നമ്മൾ നല്ല സൂപ്പർ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് നമ്മൾ 4 കിലോ തോടോട് കൂടിയുള്ള ചെമ്മീനാണ് എടുത്ത് എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കഴുകി വന്നപ്പോൾ നമുക്ക് 2.25 കിലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക് ഗുർമി കിച്ചൻ. ആദ്യം നമുക്കിതാ ഈ ചെമ്മീൻ ഒന്ന് മസാലയിൽ കുളിപ്പിച്ചെടുക്കണം. ദാ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ദാ 1 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. 3 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 സ്പൂണ് ഗരം മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പകുതി നാരങ്ങായും കൂടി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. നമ്മളിതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ചെമ്മീൻ അടിപൊളിയായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് ഒരു മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടിയുണ്ട് കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെമ്മീൻ 1 മണിക്കൂറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് പരിപാടികൾ ഇനി അടുത്തായിട്ട് നമ്മളൊരു അടുപ്പ് കത്തിക്കാൻ പോവാണ് കേട്ടോ. നമ്മളൊരു അടുപ്പ് കത്തിച്ചു, ഒരു പാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാൻ ഇതാ ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നമ്മൾ ഇത് എല്ലാത്തിനും കൂടെ സവാള വറുക്കാനും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ വറുത്തെടുക്കേണ്ട രീതിയിലാണ്, മീനും രീതിയിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഏതാണ്ട് മൂത്ത് ഒരു ബ്രൗൺ കളറായി. നമ്മൾ ഇനി അത് കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ആ മുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. നമ്മുടെ മുന്തിരി ഇത് പെട്ടെന്ന് കുമ്പളയായിട്ട് വരുന്നതാണ്, പെട്ടെന്ന് തന്നെ ആയിരിക്കും. കൂടുതൽ സമയത്തൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ കോരിഞ്ഞ് മാറ്റാം കേട്ടോ. നമ്മളത് കഴുകി വെച്ചിരുന്ന മുന്തിരിയായിരുന്നു. അതെടുത്ത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് അത് ഏതാണ്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കോരി മാറ്റാം കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വറുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് വേണം സവാള ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് നമുക്ക് സവാള ഒരു 3 സവാള ഒന്ന് വറുത്തെടുക്കാം. വളരെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. നമുക്കൊന്ന് വറുത്ത് മാറ്റാം. നമ്മുടെ സവാള ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് കോരാം കേട്ടോ. ഇനി കുറച്ചുകൂടെ വറുക്കാനുണ്ട് സവാള. നമ്മൾ ആദ്യം ഇത് കോരി മാറ്റാം. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മുടെ സവാള എല്ലാം കൂടെ വറുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് എണ്ണ ഇവിടെ കിടക്കാതെ ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ. അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. നമ്മുടെ ചെമ്മീൻ നമ്മൾ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അടിപൊളിയായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചെമ്മീൻ ഏതാണ്ടൊക്കെ ആയിരിക്കാതെ നമുക്കതൊന്ന് കോരി മാറ്റാം കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ആ ചെമ്മീൻ എല്ലാം കംപ്ലീറ്റ് വറുത്തിങ്ങി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് മസാല ശരിയാക്കേണ്ടതുണ്ട്. ഉടനെ അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് മസാല ഒന്ന് ശരിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു അടുപ്പ് കത്തിക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ തവ എടുത്ത് നമ്മൾ അടുപ്പിലേക്ക് വെക്കുകയാണ്. നമ്മൾ മസാല ശരിയാക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 4 കിലോ ചെമ്മീൻ. നമ്മളെല്ലാം വൃത്തിയാക്കി വന്നപ്പോൾ നമുക്ക് കിട്ടിയത് 2-2.25 കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. 2.5 കിലോ അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇത്രയും വലിയ പാത്രം നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിൽ തന്നെ നമ്മൾ ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ മസാല ശരിയാക്കാൻ പോവാണ്. നമ്മൾ 1 സ്പൂണ് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 6 kg ആണ് നെയ്യ് നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമ്മൾ പിന്നെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നെയ്യും വെളിച്ചെണ്ണയുടെ മിക്സ് ചെയ്താണ് നമ്മൾ മസാലയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമ്മൾ ചതച്ച് വെച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ആ പച്ചമുളകിന്റെ ഒക്കെ നല്ല ഒരു പച്ച മണമൊക്കെ അങ്ങോട്ട് പോകും. അത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് പോകുന്നു. നമ്മൾ കൊച്ചുള്ളി ഒരു 10-30 കൊച്ചുള്ളിയാണ് നമ്മൾ അരിഞ്ഞ് 2ആയിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കൊച്ചുള്ളിങ്ങൾ ആഡ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ ആ കൊച്ചുള്ളിയും നമ്മുടെ ആ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
നമ്മൾ ഇനി അടുത്ത ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു 5-6 സവാള നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ സവാള ഒന്ന് വഴണ്ട് വരുന്നതിന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇനി ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 4 തക്കാളിയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളിയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി അടച്ച് വെച്ച് നമുക്ക് സവാള ഒന്ന് വേവിക്കണം കേട്ടോ. നമ്മുടെ സവാള ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ മൂടി പൊക്കി നമ്മുടെ സവാള ഏതൊക്കെ വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇടുന്നത് 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇടണം. 1.5 സ്പൂൺ കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. അതിലേക്ക് നമ്മൾ 1.5 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 2 സ്പൂണാണ് മുളക് പൊടി നമ്മൾ ഇടുന്നത്. 1 സ്പൂൺ ഗരം മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ ഗരം മസാല. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ വരട്ടി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് കൊടുക്കാം. നമ്മൾ അടിപൊളി മസാലയാണ്. 1/2 കപ്പ് മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് മല്ലിയില. 2 പിടി നമുക്ക് പുതിനയും കൂടെ അത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു ചെറിയ കപ്പ് തൈരും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയിൽ നിന്നും കുറച്ച് സവാളയും കൂടെ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചെമ്മീനാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ കൂട്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഓൾറെഡി നമ്മുടെ ചെമ്മീൻ കുക്കായതാണ് എങ്കിലും ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാൻ നോക്കാം. ഒരു 5 മിനിറ്റ് കൂടെ കിടന്നൊന്ന് വേവട്ടെ. അടപ്പ് പൊക്കി നമ്മളിതാ ഒരു ചെറുനാരങ്ങായും കൂടി നമ്മൾ അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇപ്പൊ ചെമ്മീൻ വളരെ സുലഭമായിട്ട് കിട്ടുന്ന സമയമാണ്, വിലക്കുറവാണ്. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. എങ്കിലും റെസ്റ്റോറന്റിൽ കിട്ടുന്നതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഏറ്റവും നല്ല ബിരിയാണിയാണ് ചെമ്മീൻ ബിരിയാണി. നമ്മൾ ആ ചെറുനാരങ്ങായും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചോറൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മൾ ഒരു ചരുവം എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചരുവം വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്ക് എടുത്തിരിക്കുന്നത് ജീരകശാല റൈസ് ആണ് കേട്ടോ. വംശി റൈസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പൊടി അരിയാണ്. അതാണ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത്. ഇതിന് 1 കപ്പ് റൈസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിന് 1.25 കപ്പ് ചരുവം വെള്ളം നമ്മൾ ഒഴിക്കണം കേട്ടോ ചോറിന്. എന്നാലേ ചോറ് കറക്റ്റ് ആയിട്ട് നമുക്ക് വെന്ത് കിട്ടത്തുള്ളൂ. നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി ചരുവത്തിലേക്ക് നമ്മൾ പാകത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 6 kg ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കറുവാപ്പട്ട, തക്കോലം, ഗ്രാമ്പ് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിക്കാൻ. 5-6 ഏലക്കായും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1.5 കപ്പ് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 1.5-1.25 കപ്പ്. 2 കപ്പ് തീർത്ത് വേണ്ട. 1.5-1.25 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചോറിന്റെ വെള്ളത്തിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറുനാരങ്ങായും കൂടെ നമ്മൾ അതിലേക്ക് ചോറിന്റെ വെള്ളത്തിലേക്ക് നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഒരു ചെറുനാരങ്ങായും കൂടെ ചെറുനാരങ്ങ നമ്മൾ അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ആ വെള്ളം ആ ഉപ്പെല്ലാം കൂടെ കലക്കി ഉപ്പ് എങ്ങനെ ഉണ്ട്, പാകമാണോ എന്ന് നോക്കേണ്ടതുണ്ട്. നല്ലതുപോലെ ഒന്ന് കലക്കി ഉപ്പ് കലങ്ങട്ടെ. എപ്പോഴും ചോറിന് ഇത്തിരി ഉപ്പ് മുന്തി നിൽക്കുന്നത് നല്ലതാണ്. ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേ. നമ്മുടെ ചോറിന്റെ വെള്ളം തിളച്ച് വന്ന് നമ്മൾ അരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ അരി ഇട്ട് കൊടുത്തു. ഇനി ഹൈ ഫ്ലെയിമിൽ നമുക്കൊന്ന് വെക്കാം കേട്ടോ. തിളച്ച് വരുന്നിടം വരെ. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി കറിവേപ്പിലയും കിട്ടിയിട്ട് നമ്മുടെ തീ ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ അരി ഏതാണ്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം. തീ വളരെ കുറച്ച് വെക്കാം കേട്ടോ.
ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റാം. ഇനി നമുക്കൊന്ന് നമ്മുടെ ബിരിയാണി ഒന്ന് ദം ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ പോവാണ്. ദം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള ശകലം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാളയാണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് പുതിന. നമ്മുടെ ചോറ് അടിപൊളിയായിട്ടായിട്ടുണ്ട് കേട്ടോ. ഒരു 80% നമ്മൾ വേവിച്ചിട്ടുള്ളത്. ബാക്കി 20% നമുക്ക് ദമ്മി കിടന്ന് വേണ്ടിയുണ്ട്. നമ്മുടെ ചോറ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചോറ് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പകുതി ചോറാണ് ഈ മസാലയുടെ പുറത്തേക്ക് പകുതി ചോറ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ച സവാള ഒന്ന് ചെറുതായിട്ട് അതിന് മുകളിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ മുന്തിരിയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ്, സവാള എല്ലാം കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ്. ആദ്യത്തെ ലെയറിൽ നമുക്ക് ഇച്ചിരി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിത്തിരി പുതിനയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കലക്കി വെച്ചിരുന്ന ഇച്ചിരി റോസ് വാട്ടറും ഫുഡ് കളറും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞ ഫുഡ് കളറാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലാത്തവർക്ക് ഉപേക്ഷിക്കാം. ഇത്തിരി നമ്മൾ റോസ് വാട്ടറിൻ്റെ അകത്ത് കലക്കി വെച്ചിരുന്ന ഫുഡ് കളറാണത്. അടുത്ത ലെയർ ചോറ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് കംപ്ലീറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചോറെല്ലാം നിരത്തിയതിന് ശേഷം നമ്മൾ ബാക്കി വറുത്ത് വെച്ചിരുന്ന സവാള നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ സവാള നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അണ്ടിപ്പരിപ്പ് അതും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, സവാള ഇതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി, നല്ല സൂപ്പർ ബിരിയാണിയാണ്. കാരണം ഇതിനു മുമ്പ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളതാണ്. നല്ല ബിരിയാണിയാണ്. നമ്മുടെ മല്ലിയിലയും നമ്മുടെ പുതിന എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി റോസ് വാട്ടറും നമ്മുടെ കളറും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മൂടി വെച്ച് ദമ്മിട്ട് വേവിക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്ക് ദമ്മിടാം. നമ്മുടെ റോസ് വാട്ടറും നമ്മുടെ ഫുഡ് കളറും കൊണ്ടാണത്. അടിപൊളി ഒരു ബിരിയാണിയാണ്. ഇപ്പം തന്നെ ഭയങ്കര മണമാണ് കേട്ടോ. പിന്നെ സുഹൃത്തുക്കളെ, നിങ്ങളാണ് കാരണം ഈ വീഡിയോയ്ക്ക് സപ്പോർട്ടും എനിക്ക് സപ്പോർട്ടും. നമ്മൾ നെയ്യും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മുകളിൽ. നിങ്ങളാണ് സപ്പോർട്ട്. കാരണം നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചു, ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ചു എന്നെ സപ്പോർട്ട് ചെയ്തു. ഉയരങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് മൂടി വെച്ച് നല്ലപോലെ ദമ്മിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ദമ്മ് നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കുകയാണ്, എങ്ങനെയുണ്ട് നോക്കട്ടെ. നല്ല എന്താ മണമെന്നറിയോ മക്കളെ, എന്താ സൂപ്പർ ബിരിയാണി ആയിരിക്കും ഇത്. എന്ത് മണമാണ്, അടിപൊളിയായിരിക്കും. നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. എന്താ അഴകാണ് കാണാൻ. ആ ചോറ് നമ്മളൊന്ന് വെട്ടി മാറ്റുകയാണ് കേട്ടോ. നല്ല അടിപൊളി മണമാണ് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അടിച്ചു വിട്ടേര്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും കേട്ടോ. അടിപൊളിയാണ് മോനെ, അടിപൊളി ബിരിയാണിയാണ്. സൂപ്പർ സൂപ്പർ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് നമ്മുടെ ബിരിയാണി എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ മസാലയും ഒക്കെ ഇത്തിരി എടുത്ത് ഒന്ന് വെച്ച് നല്ലതുപോലെ ഒന്ന് നോക്കാം, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളിയാണ് കേട്ടോ.
നിങ്ങൾ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കാം. സൂപ്പർ ബിരിയാണിയാണ്. അടിപൊളി അടിപൊളി അടിപൊളി.